ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള കുക്കിംഗ് പ്രോസസ്സ് ഒന്നും അധികം തന്നെ ഇല്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള പച്ച മുന്തിരിങ്ങ കിച്ചടിയാണ്. ഇതിലാകെയുള്ള കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താളിക്കലാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് കിച്ചടിക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും 1 നുള്ള് കടുകും 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് 4 കീറിയ പച്ചമുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടും നന്നായി അടിച്ചു വെച്ച 1 കപ്പ് നല്ല പുളിയുള്ള തൈരും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ കിച്ചടി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ താളിപ്പ് എന്നിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചടിയാണ്. അതുപോലെ വളരെ വ്യത്യസ്തവുമാണ്. എരിയും മധുരവും പുളിയും എല്ലാം കൂടി ചേരുന്ന ഒരു വെൽ ബാലൻസ് ടേസ്റ്റാണ് ഈ കിച്ചടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ കാണുന്ന പോലത്തെ ഒരു കിച്ചടിയല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.